കേരള ഫയർഫോഴ്സിൽ സ്റ്റേഷനിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഫയർമാനായിട്ടാണ്. നേരത്തെ ആണുങ്ങൾക്ക് മാത്രമായിരുന്നു ഇതിൽ പ്രവേശനം. ഇപ്പോൾ സ്ത്രീകളും എത്തിയിട്ടുണ്ട്, ഫയർ വുമണും എത്തിയിട്ടുണ്ട്. ഫയർമാൻ അല്ല, FRO എന്നാണ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, WFRO. ഇതാണ് താഴെയുള്ള കോൺസ്റ്റബിൾ റാങ്കിൻ്റെ കോൺസ്റ്റബിൾ റാങ്ക്. അതിനുശേഷം ലീഡിംഗ് ഫയർമാൻ SFR, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയും. അതായത് പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ റാങ്കാണ്. അവരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ മുഴുവൻ കാര്യങ്ങളും, ഈ കോളുകൾ സംബന്ധമായ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം ഓൺ സ്പോട്ടിൽ ചെയ്യുന്നത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സായിരിക്കും. പ്രൊമോഷൻ പ്രയാസമായതുകൊണ്ട് തന്നെ അത് ഗ്രേഡ് പ്രൊമോഷൻ ഇങ്ങനെ സർവീസിൽ കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സർവീസിൽ കയറി 5 വർഷത്തിനുള്ളിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടേണ്ടത് എനിക്ക് കിട്ടിയത് 13 വർഷം കഴിഞ്ഞിട്ടാണ്. അത് ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉയർന്ന പോസ്റ്റിലേക്ക് അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ASI, പോലീസിലെ ASI റാങ്കിന് പകരമായിട്ട് അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസർ റാങ്കും ഉണ്ട്. അപ്പോൾ അത് ഗ്രേഡ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ SFRO, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ലെവലിൽ ഗ്രേഡ് അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസർമാരും, അത് കഴിഞ്ഞാൽ സ്റ്റേഷൻ ഓഫീസർമാർ SI റാങ്കിൽ സ്റ്റേഷൻ നിയന്ത്രിക്കുന്നത് സ്റ്റേഷൻ ഓഫീസേഴ്സുമാണ്. ഇതാണ് സ്ട്രക്ചർ. ഇനി പിന്നെ അവിടെയുള്ളത് ഹോം ഗാർഡ്സാണ്. ഹോം ഗാർഡ്സിന് നമ്മൾ പട്ടാളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ആർമി ആയാലും എയർഫോഴ്സ് ആയാലും നേവി ആയാലും അതുപോലെ തന്നെ പാരാമിലിറ്ററി BSF ആയാലും CISF ആയാലും അങ്ങനെയൊക്കെ റിട്ടയർ ചെയ്യുന്നവർ ഹോം ഗാർഡായിട്ട് കയറി വരും. അതുപോലെ തന്നെ ഫയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തവർക്കും പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തവർക്കും ഹോം ഗാർഡായിട്ട് വരാം. ഇങ്ങനെ അത് ഫയർഫോഴ്സിൻ്റെ ജില്ലാ മേധാവി DFO, ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ, DFO ആണ് അതിൻ്റെ ഓരോ ജില്ലയിലെയും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുന്നവരെ ആവശ്യത്തിന് പോലീസിലും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂവിലേക്കും ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. പോലീസിലാണെങ്കിൽ ട്രാഫിക് ഡ്യൂട്ടി ഇപ്പോൾ നിലവിൽ ചെയ്യുന്നതും അത്തരം ഹോം ഗാർഡ്സാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും ഇവർ വരാറുണ്ട്. അപ്പോൾ ഞാൻ വയനാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഹോം ഗാർഡ്സിന് ആദ്യമായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ല. ഇവർക്കൊരു ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഓർഡറൊന്നുമില്ല. ഇവർ അതാത് സ്റ്റേഷന് വന്ന് സ്വയം ട്രെയിനിങ്. അപ്പോൾ അന്ന് ഞാൻ ഒറ്റയ്ക്ക് അവിടെ ആരും പറയാതെ തന്നെ, ഓഫീസേഴ്സ് ഓർഡറൊന്നും നൽകാതെ തന്നെ ഇവർക്ക് 10 ദിവസം തുടർച്ചയായിട്ട് എങ്ങനെയാണ് ഹോസ് ലേഔട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹോസ് റോൾ ചെയ്യുന്നത്, ഇതൊക്കെ അവരെ ട്രെയിൻ ചെയ്യുന്നത്. ശരിക്കും ഈ പട്ടാളക്കാരായിട്ട് വരുന്ന റിട്ടയർ ചെയ്യുന്നവർ അന്ന് വയനാട്ടിൽ 3 സ്റ്റാർ ഇന്ത്യൻ സമാധാന സേനയെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയ ഒരു ഓഫീസർ സഹിതം ഹോം ഗാർഡായിട്ട് ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഉയർന്ന പോസ്റ്റുള്ളവരും ഈ ഹോം ഗാർഡായിട്ട് വരുന്നു. ഇവരുടെയൊക്കെ സേവനം ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്ന മറ്റൊരു സേവനം സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സേന. അതും നാട്ടിൽ നിന്ന് ഏത് ആൾക്ക് വേണമെങ്കിലും, അതായത് ഡോക്ടറോ എൻജിനീയറോ അല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവറോ എന്ന് വേണ്ട സമൂഹത്തിലെ ഏത് ആൾക്കും ഈ സിവിൽ ഡിഫൻസിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്യുന്നവർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രെയിനിങ് സെൻറ്റർ, ഫയർ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രെയിനിങ് സെൻറ്റർ തൃശ്ശൂരിൽ അക്കാദമിയാണ്. ആ അക്കാദമിയിൽ പരിശീലനം നൽകുന്നുണ്ട്. ഞാൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കാദമിയിൽ ഒരു ട്രെയിനർ കൂടിയായിരുന്നു. ഫയർമാനായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെയാണ് ട്രെയിനിങ് നൽകുന്നത്. 1 വർഷത്തെ ട്രെയിനിങ്ങാണ്. 6 മാസത്തെ ബേസിക് ട്രെയിനിങ്ങിന് ശേഷം 6 മാസം സ്റ്റേഷൻ ട്രെയിനിങ്ങിനുമാണ് വിടുന്നത്. അപ്പോൾ നിലവിൽ ഇവരൊക്കെ ട്രെയിനികളായിട്ടും അല്ലാതെ അതിനുശേഷം സ്റ്റേഷനായിട്ട് ക്രൂ ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ സ്റ്റേഷൻ ഓഫീസർ, DFO. ഇതിന് ശേഷം വരുന്നത് 2-3 മിനിമം 2 ജില്ല ചേർത്ത് ഒരു ഡിവിഷൻ കൂടെ ഉണ്ടാക്കും. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം,
ജില്ലകൾ ചേർന്നൊരു ഡിവിഷൻ, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ചേരുന്ന മറ്റൊരു ഡിവിഷൻ, അങ്ങനെയാണ് അതിന് റീജിയണൽ ഫയർ ഓഫീസർമാരുണ്ടാകും. അങ്ങനെയാണ് നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഘടന. അതിന് ടോപ്പിലായിട്ട് തിരുവനന്തപുരത്ത് ഒരു ടെക്നിക്കൽ ഡയറക്ടറും ഡയറക്ടർ ഓഫ് അഡ്മിനിസ്ട്രേഷനും 2 പോസ്റ്റുകളുണ്ട്. ഇത് രണ്ടിനും മുകളിലായിട്ട് DGP ഡയറക്ടർ ജനറൽ ഉണ്ടാകും. അത് പോലീസിൽ നിന്നും കിട്ടിയ IPSകാരായിരിക്കും ഏറ്റവും ടോപ്പിൽ സർവീസിൽ ഉണ്ടാകുന്നത്. സ്ത്രീകളായാലും എല്ലാവർക്കും സർവീസിൽ കയറിയാൽ പരിശീലനം എല്ലാവർക്കും ഒരുപോലെയാണ്. സ്കൂബ എന്ന് പറയുന്ന ഞങ്ങളൊക്കെ സർവീസിൽ കയറിയ കാലത്ത് ചുമ്മാ നമ്മൾ നാട്ടിലൊക്കെ പഠിച്ച ധൈര്യത്തിൽ ആഴങ്ങളിൽ മുങ്ങിച്ചെന്ന് ശ്വാസം പിടിച്ച് മുങ്ങിയാണ് രക്ഷാപ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ജലത്തിൽ. ഇപ്പോഴെന്ന് വെച്ചാൽ സ്കൂബ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആണ് ഉപയോഗിക്കുന്നത്. അവർ ഡൈവേഴ്സ് സ്പെഷ്യൽ ട്രെയിനിങ് അവർക്കുണ്ട്. അങ്ങനെയുള്ള സ്കൂബ ഡൈവേഴ്സ് ഇപ്പം നമുക്ക് പ്രാപ്യമാണ്. അത് ഫയർ വുമണിനും നൽകുന്നുണ്ട്. ഡയറക്റ്റ് ഓഫീസർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ സർവീസിൽ കയറുമ്പോൾ ഉള്ളവർ ഏതാണ്ട് 70-80% പേര് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ആൾക്കാരായിരുന്നു. അവർ മിക്കവാറും 10th യോഗ്യതയുള്ള അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് താഴെയൊക്കെ ഉള്ളവരൊക്കെ ആയിരുന്നു ആ സമയത്ത്. പിന്നീട് ഡയറക്റ്റായിട്ട് ഓഫീസേഴ്സിന് കെമിസ്ട്രി ഗ്രാജുവേഷൻ ആയിട്ട് ഡയറക്റ്റ് സ്റ്റേഷൻ ഓഫീസറായിട്ട് ട്രെയിനിങ് നാഗ്പൂരിൽ പരിശീലനം നൽകി അവരാണ് ഓഫീസർമാരായിട്ട് വരുന്നത്. അതിനുശേഷം ഫയർ വുമണാണെങ്കിലും അവർക്ക് ഇപ്പോൾ +2 ആണ്. ഇപ്പോൾ ഫയർമാനും എല്ലാം വേണ്ടത് +2 ആണ്. അത് താഴെയുള്ള കാറ്റഗറിയിലേക്ക് +2ഉം മറ്റേത് ഗ്രാജുവേഷൻ കെമിസ്ട്രി